കിലോ 6 കിലോ വരാൻ സാധ്യതയുള്ള കായകളാണ്. ഇത് ഷെയർഷാ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. യെല്ലോ കളറിലാണ്. ഇപ്പോൾ നമ്മൾ 3 കളറ് കാണിച്ച് കണ്ടില്ലേ, 4 കായ വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല വലുതാകേണ്ട കായകളാണ്. ഈ ഒരു ലെവലിൽ വെച്ചാൽ മതിയാവും തോന്നുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കൃഷികളിൽ, അതായത് പ്രത്യേകിച്ച് പച്ചക്കറി കൃഷികളിലെ സക്കിംഗ് പെസ്റ്റുകൾ, അതുപോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബയോ കൺട്രോൾസ്, അതുപോലെ കെണികൾ വെച്ചിട്ടൊക്കെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം ഞങ്ങളിവിടെ ഒരു 25 വർഷമായിട്ട് തണ്ണിമത്തൻ കൃഷി, അതുകൊണ്ട് കേരളത്തിൽ തന്നെ ആദ്യകാലങ്ങളിൽ തൊട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് വീഡ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പുല്ലുകൾ അധികം പിടിക്കാതെ സൂക്ഷിക്കുക, കളകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒഴിവാക്കി വിടണം. അത് ഒന്നുകിൽ നമ്മൾ ജൈവ കൃഷി ആകുമ്പോഴത്തേക്ക് കീടനാശിനി പ്രയോഗത്തിലൂടെ നടക്കില്ല. ബയോ കൺട്രോൾസ് ഇതുപോലത്തെ ട്രാപ്പുകളൊക്കെ വെച്ചിട്ട് വേണം അതിനെ നിയന്ത്രിക്കാനായിട്ട്. ഞാൻ 1-2 ട്രാപ്പുകൾ നമുക്കിവിടെ പരിചയപ്പെടുത്തി തരാം. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഈ ബാരക്സിൻ്റെ ഒരു ട്രാപ്പാണ്. അതായത് ഒരു കോംബോ ട്രാപ്പാണത്. അതായത് 3 നിറങ്ങളിൽ വരുന്നതാണ്. അതായത് 3 കളറുകളാകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഏതാണ്ട് ഒരു തോട്ടത്തിലേക്ക് വരുന്ന നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ ഏകദേശം എല്ലാത്തിനെയും തന്നെ നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഇതാണ്. അതായത് സാധാരണ നമ്മൾ മഞ്ഞക്കെണികളൊക്കെയാണ് വയ്ക്കാറ്. മഞ്ഞയുണ്ട്, നീലയുണ്ട്, വെള്ളയുണ്ട്. അതിൻ്റെ ഓരോ പ്രാധാന്യങ്ങളെ പറ്റി ഞാൻ പറയാം. നീര് ഊറ്റി കുടിക്കുന്ന ഈ പ്രാണികളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോട്ടം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതായത് ഫീൽഡ് സാനിറ്റേഷനും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വീഡ് മാനേജ്മെൻറ്റ്. പുല്ലുകളെയും നമ്മൾ കളയണം. അതുപോലെ ഫീൽഡ് വളരെ വൃത്തിയായിട്ടും ഹൈജീനിക്കുമായിട്ടും, അതായത് ഇതുപോലുള്ള പ്രാണികൾ വരാത്ത രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജൈവ കൃഷിയല്ലേ, ഈ പ്രാണികൾ വന്ന് നീരൂറ്റി കുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നുമല്ല. അതിലുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറസ്, അതുപോലെ മുരടിപ്പ്, മൊസൈക്ക് രോഗങ്ങൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ആണ് പരത്തുന്നത്. മറ്റ് ചെടികളിൽ പോയിരുന്നിട്ട് ഇതിലോട്ട് വന്ന് ഇരിക്കും, ഇവിടെ വൈറസ് വരും. അങ്ങനെ എല്ലാത്തിലേക്കും പകരുകയും മുരടിപ്പ് വരികയും, പിന്നെ നമ്മൾ അന്നേരം സാധാരണ നമ്മൾ പുറത്തുനിന്ന് വരുന്നതിലൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ രോഗങ്ങളെ കീഴടക്കാൻ വേണ്ടിയിട്ട് വലിയ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരത് നിയന്ത്രിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ്റെയൊക്കെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ജൈവ രീതിയിൽ തന്നെയാണ് മുഴുവൻ കീടനിയന്ത്രണങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സക്കിംഗ് പെസ്റ്റുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെടികളുടെ നീര് ഊറ്റി കുടിക്കുന്നതോടൊപ്പം തന്നെ ഈ കായകളും പൂക്കളും കൂടുതലായിട്ട് ഉണ്ടാകാനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാകാനും ഒക്കെയുള്ള മൈക്രോ ന്യൂട്രിയൻറ്റുകളൊക്കെ മണ്ണിൽ നിന്ന് ചെടികൾ വലിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതും കൂടി ഇത് വലിച്ചൂറ്റി കുടിക്കും. കാരണം അവരുടെയും ഒരു ജീവിതമാർഗ്ഗം എന്ന രീതിയിലായിരിക്കാം. പക്ഷേ നമ്മുടെ കൃഷി നടത്തുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളത് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഈ ബാരക്സിൻ്റെ ആണ്. അതൊരു 10 എണ്ണത്തിൻ്റെ ഒരു പാക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ഏക്കറോളം സ്ഥലത്താണ്. എല്ലാ ഭാഗങ്ങളിലും കൂടി ഇവിടെയും അവിടെ ഇങ്ങനെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. 3 ഏക്കർ ചില്ലറ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ആ ഒരു 3 ഏക്കറിലേക്ക് ഏതാണ്ട്, അതായത് ഒരു 10 സെൻറ്റിന് ഒരു ഇതാണ് വേണ്ടത്, ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 എണ്ണം ഉണ്ടാവും. ഒരു ബ്ലൂ കളർ ഉണ്ടാവും, ഒരു വൈറ്റ് കളർ ഉണ്ടാവും, ഒരു യെല്ലോ കളർ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. ഇത് വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഇത് ബ്ലൂ കളറാണ്. ഇതിലിങ്ങനെ ഓരോ കോളങ്ങൾ തിരിച്ചിട്ടുണ്ട്. ആ കോളങ്ങളെ പറ്റി ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം.
അപ്പോൾ നമ്മൾ ഈ വാട്ടർ മെലോണിൻ്റെ അകത്താണ് ഇത് പരീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ ഈ പ്ലാന്റ് എങ്ങനെ നിൽക്കുന്നോ അതിനേക്കാളും ഒരു അരയടി മുകളിലായിരിക്കണം ഇത് സ്ഥാപിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ വെച്ചാൽ മതിയാവും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ ആദ്യം വെച്ച് നോക്കാം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് പിന്നെ അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് കാണാമല്ലോ. ഈ ബ്ലൂ ട്രാപ്പ് എന്ന് പറയുന്നത് ഈ ക്യാബേജ് ഫ്ലൈ അല്ലെങ്കിൽ വയലറ്റ് ഫ്ലൈ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ക്യാബേജ് കോളിഫ്ലവർ തോട്ടങ്ങളിൽ മാത്രമല്ല, കൂൾ പ്ലാന്റ്സിൻ്റെ തോട്ടങ്ങളിൽ മാത്രമല്ല, ഇതുപോലുള്ള തോട്ടങ്ങളിലൊക്കെ ഉപദ്രവങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 10 സെൻറ്റിന് ഒരെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. അത് നമ്മളിവിടെ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മൾ ബ്ലൂ ട്രാപ്പ് വെച്ചു, അതിനുശേഷം യെല്ലോ ട്രാപ്പ് വെച്ചു. യെല്ലോ ട്രാപ്പ് എന്ന് പറയുന്നത് അതായത് ഇതുപോലത്തെയുള്ള സക്കിങ് പെസ്റ്റുകൾ എല്ലാത്തിനെയും തന്നെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ മഞ്ഞക്കണി മാത്രമായിരുന്നു വെച്ചിരുന്നത്. ഇതുപോലെ ആയിരുന്നില്ല. മഞ്ഞ തുണി അല്ലെ മഞ്ഞ പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ ആവണക്കെണ്ണയൊക്കെ പുരട്ടിയാണ് ഞങ്ങൾ തുടക്കകാലത്ത് 90കളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം വളരെ റെഡിമെയ്ഡായിട്ട് വരുന്നുണ്ട്. ഇതൊരു പോളിമർ ഷീറ്റാണ്. ഇതിൽ മഴ അതുപോലെ തന്നെ വെയിൽ ഇതൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം അതിൻ്റെ ആ ഒരു മേക്കിങ് അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ വളരെ ക്വാളിറ്റിയിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴ വന്നാലും ഒന്നും ഒരു പ്രശ്നമല്ല, വാട്ടർ പ്രൂഫൊക്കെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കീടങ്ങളിൽ വരുന്നത് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം, ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ 2 തരം ട്രാപ്പുകൾ, അതായത് സ്റ്റിക്ക് ട്രാപ്പുകളെ പരിചയപ്പെടുത്തി. ഒന്ന് ബ്ലൂവും ഒന്ന് യെല്ലോയും. ഇത് വൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു ട്രാപ്പിൽ പെടുന്നതാണ്. കാരണം രാത്രി കാലങ്ങളിൽ മാത്രം വരുന്ന കുറച്ച് സക്കിങ് പെസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വൈറ്റിന് മാത്രമല്ല എല്ലാത്തിനും ഉണ്ടായിരുന്നൊരു പ്രത്യേകത, ഇതെല്ലാം ഇങ്ങനെ കോളങ്ങൾ തിരിച്ചിട്ടാണ്. ഒരു 10-12 കോളം താഴത്തോട്ടും 5-6 കോളം ഇതായിട്ടുമുണ്ട്. അപ്പോൾ അതിലെ ആ കോളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോളങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്നിപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ 5 ദിവസത്തിന് ശേഷം വന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കോളത്തിൽ അതായത് ഈ ഒരു ചെറിയ കോളത്തിൽ 20 എണ്ണം, അതായത് 20 പെസ്റ്റുകൾ അല്ലെങ്കിൽ 20 സക്കിങ് പെസ്റ്റുകൾ, 20 കീടങ്ങൾ, ഏതെങ്കിലും കീടങ്ങൾ 20 എണ്ണം വന്ന് പറ്റിപ്പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടം ഒരു വലിയ ഭീഷണി, കീടാക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ജൈവകൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെർട്ടിസീലിയം അല്ലെങ്കിൽ ബിവേറിയ അതുപോലെയുള്ള ജൈവ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കണം. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെ മണ്ടരി അതുപോലത്തെ വൈറ്റ് ഫ്ലൈക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഈ വേപ്പെണ്ണയുടെയൊക്കെ അസാഡിറാക്റ്റിൻ്റെയൊക്കെ ഒരു 1500-2000 ppm ഉള്ള ഏതെങ്കിലും ഒരു കീടനാശിനികൾ. അപ്പോൾ തണ്ണിമത്തൻ കൃഷിയുടെ A to Z നമുക്ക് പങ്കുവയ്ക്കാം പിന്നീട് ഒരവസരത്തിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളിവിടെ ഈ തണ്ണിമത്തൻ ഇത് കണ്ടോ, ഇപ്പം നമ്മളീ നട്ടിരിക്കുന്നത് 60 സെൻറ്റിമീറ്റർ അല്ല 80 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. സാധാരണ 40 സെൻറ്റിമീറ്ററിനും 60 സെൻറ്റിമീറ്ററിനും ഒക്കെയാണ് ആളുകൾ നടന്നതെങ്കിലും ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത് 80 സെൻറ്റിമീറ്ററാണ് ഏറ്റവും ലാഭകരമെന്നാണ്. അതല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും, 1-2 കായ്കളൊക്കെയാണ് ഉണ്ടാകാറ്. ഞാൻ ചെറിയൊരു തോട്ടം അപ്പുറത്ത് ഇവിടെ ഈ സാധാരണ ഇതിൽ പറമ്പിൽ ചെയ്തിട്ടുണ്ട്, പിള്ളേർക്കൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മുൻ അഡ്വാൻസ് ആയിട്ട് ഇവിടെ പാടത്തിൽ വെള്ളം ആയതുകൊണ്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അതും കൂടി കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നമുക്കിന്നിവിടെ അവസാനിക്കാം. എന്നാലും തണ്ണിമത്തൻ്റെ വീഡിയോ തുടർന്ന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യാം. ഇതങ്ങനെ ഞാൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ അല്ലെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാം. അതെല്ലാം നമുക്ക് പറയാം, പങ്കുവയ്ക്കാം. ഇത് കണ്ടില്ലേ, ഇതെല്ലാം പക്ഷേ ഇത്രയാണെങ്കിൽ പോലും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഈ പാടം മൊത്തത്തിൽ മൂടും. ഇതുകൊണ്ട് ഈ തണ്ണിമത്തൻ്റെ ഇലയും പൂവും കായുകളൊക്കെ കൊണ്ട് മൂടും. അതേസമയത്ത് നമ്മൾ കൂടുതൽ, അതായത് അളവ് കൂടിയാൽ മാത്രമേ വിളവ് കൂടുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് തോന്നും കൂടുതൽ എണ്ണം നട്ട് നമ്മൾ കൂടുതൽ കായ പറിക്കാമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. എല്ലാത്തിനും അതിൻ്റേതായ ദൂരങ്ങളും അളവുകളും എല്ലാം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തോട്ടം കൂടി കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ
ഞാൻ പറഞ്ഞിരുന്നത് നമ്മളൊരു ചെറിയൊരു തോട്ടം ഇവിടെ റെഡിയാക്കിയിരുന്നു കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഇതൊക്കെ നേരത്തെ അതായത് വയലിൽ അല്ലാത്ത രീതിയിൽ 80 സ്ക്വയർ സെൻറ്റിമീറ്ററിൽ എത്ര കായകൾ ഇപ്പം നിലവിൽ ആദ്യം തുടക്കത്തിൽ തന്നെ ഇത് കണ്ട ഇത്രയും അടുപ്പിച്ച് കായകൾ ഇതിൽ കാണുന്നുണ്ട്. ഇത് കണ്ട ഇതെല്ലാം വലുതാകാനുള്ളതാണ്. ഇതൊക്കെ ഒരു 5 കിലോ 6 കിലോ വരാൻ സാധ്യതയുള്ള കായകളാണ്. ഇത് ഷെയർഷാ എന്ന് പറയുന്ന വെറൈറ്റിയാണ്, ന്യൂ വെറൈറ്റിയാണ്. ഇത് തന്നെ കണ്ട ഒരു ഫ്രൂട്ട് കൂടി കാണിക്കാം. ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള 3 തരങ്ങളാണ് നമ്മളിവിടെ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ട അടുപ്പിച്ച് എത്ര കായാന്ന് നോക്കി 4 കായ വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല വലുതാകേണ്ട കായകളാണ്. ഇതെല്ലാം ഒരു 6 കിലോ 7 കിലോ വരുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ. ഇത് കണ്ട ഇതൊക്കെ ഓറഞ്ച് കളറിലെ വാട്ടർ മെലോണാണ്. ഇവിടെ എല്ലാം നിറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട്. യെല്ലോ കളറിലാണ്. ഇപ്പോൾ നമ്മൾ 3 കളറ് കാണിച്ച്. ഇത് കണ്ടില്ലേ, സാധാരണ ഇതുണ്ടല്ലേ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി. ഇതുണ്ട ഇത് യെല്ലോ കളറാണ്, ആരോഹി വെറൈറ്റിയാണ്. ഇതൊക്കെ നിറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നവരോടൊരു പ്രത്യേകമായിട്ട് പറയുന്നതാണ്, കൃത്യമായ സ്പേസിങ് വേണം. അതല്ലെങ്കിൽ ഇത് കണ്ടില്ല ഇത്രയും 80 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ വരെ ഗ്യാപ്പ് ഇട്ടിട്ട് പോലും അത് വന്ന് ഫുള്ള് മൾച്ച് മൂടി എന്നുള്ളതാണ്. അപ്പോൾ തണ്ണിമത്തൻ കൃഷിയുടെ മറ്റ് വിശേഷങ്ങൾ ഞാൻ പറയാം. വയലിൽ കൃഷി ചെയ്യുന്നതിൻ്റെയൊക്കെ ന്യൂട്രിയൻസ് കൊടുക്കാനുണ്ട്, അതെല്ലാം പറയാം. ഇതിപ്പോൾ നമ്മൾ ട്രാപ്പിൻ്റെ വിശേഷങ്ങളായിരുന്നു പറഞ്ഞത്. അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.